ഈ അക്ഷയ തൃതീയയും അക്ഷയ പാത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. കൗരവരുമായി പരാജയപ്പെട്ടതിന് ശേഷം പാണ്ഡവർ വനവാസം നടത്തുകയാണ് കാമ്യക വനത്തിൽ. അവിടെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് കണ്ടിട്ട് സൂര്യഭഗവാൻ ഒരു അക്ഷയപാത്രം ദ്രൗപദിക്ക് സമ്മാനിക്കുന്നുണ്ട്. പാണ്ഡവർ മുഴുവൻ ആഹാരം കഴിച്ചതിന് ശേഷം, വരുന്നവർക്കെല്ലാം ആഹാരം കൊടുത്തതിന് ശേഷം, പാഞ്ചാലിയും ഭക്ഷിച്ചതിന് ശേഷം ആ പാത്രം കഴുകി വയ്ക്കുന്നത് വരെ അതിൽ ഭക്ഷണം എപ്പോഴും കാണും എന്നാണ് വരം കൊടുത്തത്. പിന്നീട് അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുമ്പോഴാണ് അതിൽ ഭക്ഷണമുണ്ടാകുന്നത്. ഇത് ദുര്യോധനനറിയാം. ദുര്യോധനൻ പാണ്ഡവർക്ക് നേരെ ഒരു ആയുധം പ്രയോഗിക്കുകയാണ്. കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷിയെ പാണ്ഡവരുടെ സമീപത്തേക്ക് വിടുന്നു. പാണ്ഡവരും പാഞ്ചാലിയും എല്ലാം ആഹാരം കഴിച്ചതിന് ശേഷം ദുർവാസാവ് ചെല്ലുകയാണ്. ഈ വാർത്ത പാണ്ഡവരറിഞ്ഞ് വളരെയധികം സങ്കടപ്പെടുന്നു. ദ്രൗപദി ശ്രീകൃഷ്ണനെ വിളിച്ച് അപേക്ഷിക്കുന്നു, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിച്ചു തരണം. ശ്രീകൃഷ്ണൻ ഉടനെ തന്നെ അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം ദ്രൗപദിയോട് പറയുന്നുണ്ട്, എൻ്റെ വിശപ്പ് മാറ്റാനുള്ള എന്തെങ്കിലും നീ എനിക്ക് തരണം. വിഷമത്തോടുകൂടി ദ്രൗപദി അക്ഷയപാത്രം എടുത്തു നോക്കുമ്പോൾ അതിൽ കഴുകിയപ്പോൾ കളയാതെ വെച്ചിരുന്ന, അറിയാതെ പറ്റിപ്പിടിച്ചിരുന്ന 3 അരിമണികൾ കാണുന്നു. ഈ അരിമണികൾ എടുത്ത് ശ്രീകൃഷ്ണന് കൊടുക്കുന്നു. ശ്രീകൃഷ്ണൻ അത് കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് നിറയുന്നു. വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണല്ലോ ശ്രീകൃഷ്ണൻ. വിഷ്ണുവിൻ്റെ വയറ് നിറഞ്ഞാൽ ലോകം മുഴുവൻ വയറ് നിറയും. അങ്ങനെ ഈ 3 അരിമണികൾ കഴിച്ചപ്പോൾ വിഷ്ണു ഭഗവാന്റെ വയറോടൊപ്പം ലോകത്തിൻ്റെ മുഴുവൻ വയറ് നിറയുന്നു. അവിടേക്ക് വരാനിരുന്ന ദുർവാസാവ് മഹർഷിയുടെയും മറ്റു മഹർഷിമാരുടെയും വയറ് നിറയുന്നു. അവർക്ക് പിന്നീട് ആഹാരത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാകുകയും ദ്രൗപദിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്ത് അവർ തിരിച്ചു പോകുന്നു. അവിടെ ഭഗവാനിലുള്ള സമർപ്പണമാണ് കാണുന്നത്. ചെറിയ സമർപ്പണങ്ങൾ പോലും ഈശ്വരന് സംതൃപ്തി കൊടുക്കും എന്നുള്ള ഒരു കഥ. ഒരിക്കലും ക്ഷയിക്കാത്ത അക്ഷയമായ പാത്രം പോലെ